ഇപ്പോൾ വരുന്നൊരു വാർത്ത, വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അതിന്റെ കൈവരികൾ തകർന്ന് അപകടമുണ്ടായിരിക്കുന്നു. ശക്തമായ തിരമാലയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ആ സമയത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ആളുകൾ ഉണ്ടായിരുന്നു. അപകടത്തിൽ കടലിൽ വീണ 15 പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 2 പേരെ കഴക്കൂട്ടം മിഷൻ ആശുപത്രിയിലാണ് മാറ്റിയിരിക്കുന്നത്. 13 പേരെ വർക്കല താലൂക്ക് ആശുപത്രിയിലും മാറ്റിയിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ കടലിൽ വീണിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട്. അഖിൽ, എന്താണ് സംഭവിച്ചത്? ഈ തിരമാല സംബന്ധിച്ചൊക്കെ മുന്നറിയിപ്പുള്ള സമയമായിരുന്നു, അതല്ല അപ്രതീക്ഷിതമായി ഉണ്ടായ തിരയിൽ ഇതിങ്ങനെ ഒരു അപകടം ഉണ്ടായതാണോ? ഗൂഗിൾ അരമണിക്കൂർ മുൻപാണ് തിരുവനന്തപുരം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇത്തരത്തിൽ ശക്തമായ തിരമാലയിൽ അത് ഉയർന്നു പൊങ്ങുകയും ഇതിന്റെ കൈവരികൾ തകർന്ന് അതിലുണ്ടായിരുന്ന ആളുകൾ കടലിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത് അല്പനാൾ മുമ്പാണ്. കുറച്ച് നാൾ മുമ്പാണ് ഇത്തരത്തിൽ സർക്കാർ ഇവിടെ ഈ ടൂറിസം കാര്യങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ നിർമ്മിക്കുന്നതും അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തത്. ഇത് തകരുന്ന സമയത്ത് 15-ലധികം ആളുകൾ ഈ ഒരു ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തുന്നത്. അതിൽ ഈ 15 പേരെ രക്ഷപ്പെടുത്തി അത് ഈ 13 പേരെ തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിലും 2 പേരെ കഴക്കൂട്ടം മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണെന്നുള്ളൊരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. മറ്റാരെങ്കിലും ഇതിന്റെ ഭാഗമായി കടലിലേക്ക് വീണിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസും അതുപോലെ തന്നെ അവിടെ ഈ തിരച്ചിൽ നടത്തുന്നവരുമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനായുള്ള തിരച്ചിലും നിലവിൽ നടക്കുന്നുണ്ട്. എന്തായാലും കുറച്ചു നാൾ മുമ്പാണ് ഈ ടൂറിസത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ വർക്കലയിൽ ചില ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെ വലിയ തിരക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ കയറുന്നതിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരന്തരവും ആളുകൾ ഇവിടേക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനും അതിലേക്ക് കയറാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു തിരയിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങുകയും അതിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ തകരുകയും ചെയ്തത്. ഇത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു നിശ്ചിത എണ്ണത്തിലുള്ള ആൾക്കാരെ മാത്രമാണ് ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറ്റുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ തിരമാല അതിശക്തമാവുകയും അതിനെ തുടർന്ന് ഒരു വലിയ അപകടം അത് വർക്കലയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. 15ഓളം പേർ ഇതിലുണ്ടായിരുന്നു. അതിൽ 15 പേരെ രക്ഷപ്പെടുത്തി. 13 പേരെ തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിലും 2 പേരെ കഴക്കൂട്ടം മിഷൻ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളൊരു കാര്യവും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വർക്കലയിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന അപകടമുണ്ടായിരിക്കുന്നത്. ആ തകർന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 15 പേരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ടത്. അതല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 13 പേരെ ഒപ്പം 2 പേരുടെ നില ഗുരുതരമാണ്. ആ 2 പേരെ കഴക്കൂട്ടം മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 13 പേരെ താലൂക്ക് ആശുപത്രിയിലേക്കും വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. ഉയർന്ന തിരമാലകൾ പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ സജീവമായി ആളുകൾ ഇത്തരത്തിൽ പല ബീച്ചിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ബീച്ചുകളിലും ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഈ അടുത്താണ് അവതരിപ്പിച്ചത് ടൂറിസം വകുപ്പ്. അതിൽ കാര്യമായി തന്നെ ആളുകൾ എത്തുന്ന കൗതുകമുള്ള ഒരു ഇടം കൂടിയാണ്. പക്ഷേ അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അഖിൽ ഷാ തുടരുന്നുണ്ട്. അഖിൽ, സാധാരണഗതിയിൽ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ തിരമാല, ഉയർന്ന തിരമാലയ്ക്കും കാറ്റിൻ്റെയും ഒക്കെ സാധ്യതയുള്ള സമയങ്ങളിൽ ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിലെ പ്രവേശനമൊക്കെ നിയന്ത്രിക്കുന്നതാണ്. ഇന്ന് അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശമോ മുന്നറിയിപ്പോ ഒക്കെ ഉണ്ടായിരുന്നു? ഗൂഗിൾ അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ലായിരുന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർക്കലയിൽ ഇത്തരത്തിലുള്ളൊരു വലിയ രൂക്ഷമായ കടലാക്രമണമോ അല്ലെങ്കിൽ വലിയൊരു തിരമാല ഉണ്ടാകുന്ന ഒരു എന്നുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യവും. അതുകൊണ്ട് തന്നെയാണ് ഈ ടൂറിസത്തിന്റെ വലിയ സാധ്യതകളൊക്കെ സർക്കാർ അവിടെ പരീക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ചില സാഹസിക വിനോദവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അല്പനാൾ മുൻപാണ് ഇത്തരത്തിൽ ടൂറിസം വകുപ്പ് അവിടെ നടപ്പിലാക്കുകയും മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് നാടിനായി സമർപ്പിക്കുകയും ചെയ്യുന്നത്. വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നൊക്കെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് കിട്ടിയതും. അതിന് പിന്നാലെ ഈ ഉദ്ഘാടനത്തിന് ശേഷം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ വർക്കലയിൽ എത്തുകയും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി കടലിന്റെ ഭംഗി ആസ്വദിക്കാനായി നിരവധി ആളുകളാണ് നിരന്തരം ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം, അത് ഈ കടലാക്രമണം കാരണം അല്ലെങ്കിൽ തിരമാലയുടെ എന്തെങ്കിലും പ്രശ്നം കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല വർക്കലയിൽ. പക്ഷേ ഇപ്പോഴാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വാർത്ത, ഒരു അപകടത്തിന്റെ വാർത്ത നമ്മൾ അറിയുന്നത്. ഇന്ന്
ഒരു അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. സാധാരണഗതിയിൽ തന്നെ ഈ ഒരു നിശ്ചിത അളവിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ആളുകളെ കയറ്റുന്നതും തിരിച്ചിറക്കുന്നതും, അതിന് പിന്നാലെ അടുത്ത ടീമിനെ കയറ്റുന്നത്. അത്തരത്തിൽ 15ഓളം പേർ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഈ അപ്രതീക്ഷിതമായി തിരമാല അത് ശക്തമായി അടിക്കാൻ തുടങ്ങുകയും ഈ പാലത്തിന്റെ ഈ രണ്ട് കൈവരികളും രണ്ട് ഭാഗത്തായുള്ള കൈവരികൾ അത് തകർന്നു വീഴുകയും ചെയ്യുന്നത്. ശക്തമായ തിരമാലയിൽ ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയത് കൊണ്ട് തന്നെ ജനങ്ങൾക്കും അതിലുണ്ടായിരുന്ന ആളുകൾക്കും അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ 15ഓളം പേർ ഈ കടലിലേക്ക് വീണു പോവുകയും ചെയ്തത്. അതിന് പിന്നാലെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ ഈ കടലിലേക്ക് ഇറങ്ങുകയും ഈ 15 പേരെ ഇവിടെ ഈ കടലിലേക്ക് വീണ 15 പേരെ അവിടെ നിന്ന് രക്ഷിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 13 പേരെ താലൂക്ക് ആശുപത്രി, വർക്കല താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അവരുടെ നില ഗുരുതരമല്ലാത്ത സ്ഥിതിയിലാണെന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഉൾപ്പെടെ നമ്മൾ അറിയിക്കുന്നത്. പക്ഷേ ഇതിൽ 2 ആളുകളുടെ നില അത് ഗുരുതരമായി തുടരുകയാണ്. അവരെ ഈ തിരുവനന്തപുരം മിഷൻ ആശുപത്രിയിലാണ്, കഴക്കൂട്ടം മിഷൻ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ആരെങ്കിലും അല്ലെങ്കിൽ 15 പേരിൽ കൂടാതെ ആരെങ്കിലും കടലിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കായുള്ള തിരച്ചിലും വർക്കലയിൽ നടത്തുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിലായിരിക്കും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. വർക്കലയിലാണ് ഇത്തരത്തിൽ സാഹസിക വിനോദത്തിന്റെ ഭാഗമായുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. അതിന്റെ കൈവരികൾ തകർന്നാണ്. ഇപ്പോൾ അവിടുത്തെ ലൈഫ് ഗാർഡായ ശങ്കർ നമ്മളോടൊപ്പം ചേരുന്നു. ശങ്കർ, താങ്കൾ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ, ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഡ്യൂട്ടി സ്ഥലത്തുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവരടുത്ത് പറഞ്ഞു. അപ്പുറത്തെ 2 ആൾക്കാരടുത്ത് പറഞ്ഞു 10 മിനിറ്റ് ഭയങ്കര തിരയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്യൂട്ടി സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കരുത്. ഇതിൽ ആ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെന്ന് മനസ്സിലാവുന്നുണ്ടോ? ആര് സാറേ? ഈ അപകടം നടക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജില്? നമ്മൾ ലൈഫ് ഗാർഡാ? അല്ല, ആൾക്കാർ സഞ്ചാരികളായിട്ട് എത്തിയവർ. സഞ്ചാരികൾ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഫ്ലോട്ട് ഫുള്ളായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു സാറേ. അവർ ഇത് കേട്ടിട്ട് ഈ തിര അടിക്കുന്ന രാവിലെ മുതൽ നാളെ ബ്ലാക്ക് മൂൺ ആണ്. ബ്ലാക്ക് മൂൺ സമയമാകുമ്പോഴേ 2-3 ദിവസം തിര കൂടുതലാണ്. ഒന്നിൽ ബാക്കിൽ വരും അല്ലെങ്കിൽ മുന്നിൽ വരും. അവർക്ക് നമ്മളെ പറയും. പക്ഷെ അവർ വീണ്ടും ഇതിന് വേണ്ടി കേട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് എന്താണെന്ന് അറിയില്ല, കൊണ്ടുപോയത് ബീച്ച് നിറഞ്ഞ ആൾ കിടക്കാണ് സാർ. വീണ് പോയവരെ അല്ലെങ്കിൽ ബ്രിഡ്ജിലുണ്ടായിരുന്ന വെള്ളത്തിലേക്ക് വീണ ആളുകളെല്ലാം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ ശങ്കർ? എല്ലാവരും രക്ഷപ്പെടുത്തി. എല്ലാവരും അവർ ജാക്കറ്റ് കൊണ്ടായിരുന്നു. അല്ലാതെ പിള്ളേരെ അവരെല്ലാം കൊണ്ടുപോയി. ഏതെല്ലാം ഹോസ്പിറ്റലാണ് എങ്ങനെയാണെന്നൊന്നും മെസ്സേജ് കിട്ടിയിട്ടില്ല. കാര്യമായ സമയം വെള്ളത്തിൽ കിടക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അല്ലേ? എല്ലാവരും അപ്പോഴേ ലൈഫ് ഗാർഡും അവരെ കൂടെ ഉള്ളവരും നമ്മുടെ ലൈഫ് ഗാർഡ് മൊത്തം ചാടി അവരുടെ കൂടെ എല്ലാം കൊണ്ട് കയറ്റി. പിന്നെ മറ്റേ അവരൊരു ഡിസ്ക് ബോട്ടൊക്കെ അടിച്ച് തകർത്ത് എല്ലാം വരുമ്പോഴായി. ഇത് ഈ തിരമാല ശക്തമായിട്ടും ആളുകളെ കയറ്റിയതാണോ ഈ അപകടം ഉണ്ടായത്? തന്നെ തിരമാല ശക്തമായിട്ട് കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെ അവർ കയറ്റിയത്. നിങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകിയതാണല്ലേ? ഇത് നമുക്കറിയാം അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ട് പോലും അവർ കയറ്റിയതാണ്. ആരാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നടത്തിപ്പുകാരാണ്? സാർ അത് കുറെ തമിഴിലാണ്. ഞങ്ങൾക്കൊന്നും അവരെ അറിയില്ല. അതിന്റെ ആളാരാണെന്ന് അറിയില്ല. ടൂറിസം വകുപ്പിന്റെ ഭാഗമായിട്ടുള്ളവരാ? ജീവനക്കാരൊന്നും അല്ല? എന്ത് സാറേ? ടൂറിസം വകുപ്പിലെ ജീവനക്കാരല്ലേ അത് നിയന്ത്രിക്കുന്നത്? DTPCയുടെ അണ്ടറിലാണ് നടത്തുന്നതാണ് അവർ പറയുന്നത്. ശരി. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഈ കാലാവസ്ഥ മുന്നറിയിപ്പോ മറ്റോ ഉണ്ടായിരുന്നോ? തിരമാലയുടെ സാധ്യത വല്ലതും പ്രവചിക്കപ്പെട്ടിരുന്നോ? ഇല്ല, ഇന്ന് അങ്ങനെ മുന്നറിയിപ്പില്ല. പക്ഷെ നാളെ ബ്ലാക്ക് മൂൺ ആണ്. അത് ഇവർക്ക് അറിയില്ല സാറേ, നമുക്കറിയാതെ. അപ്പൊ നമ്മളത് നേരത്തെ ഞാനതാണ് മുന്നറിയിപ്പ് കൊടുത്തത്. ഈ ഭാവിന്റെ കർത്താവ് വരുമ്പോ ഒന്നിനും ഫ്രണ്ടിലല്ലേ ബാക്കിൽ 3 ദിവസം തിര ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ അവർക്കൊന്നും നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മൾ വിളിക്കുന്നതോ നമ്മൾ പറയുന്നത് നമുക്കത് വിഷയമല്ല. ആ മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചു അല്ലേ? കൊടുത്തിട്ട് പോലെ അവർ സാറാക്കുന്നില്ല. ഈ കയറുന്ന ആളുകൾക്കെല്ലാം ലൈഫ് ജാക്കറ്റ് ഉണ്ടാവില്ലേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുന്നവർക്കെല്ലാം? എന്താ സാറേ? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുന്നവർക്കെല്ലാം ലൈഫ് ജാക്കറ്റ് നൽകാറില്ലേ? ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ അത് അടിച്ച് അതിന്റെ വല്ല തൂണെല്ലാം പൊട്ടിച്ചത് സാറേ. അത് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു ഭാഗത്തെ കൈവരികൾ മുഴുവൻ തകർന്നു കിടക്കുന്നതായിട്ട് ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എല്ലാം പൊട്ടിപ്പോയി. ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലും കിട്ടിയതാ സാറേ, പൊട്ടിക്കിടക്കുന്ന ഫോട്ടോയൊക്കെ തകർന്നു കിടക്കുന്ന. ശരി ശങ്കർ, ഏതായാലും ശങ്കർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിൽ അവിടെ ആളുകൾക്കൊന്നും മറ്റ് അപകടം ഉണ്ടാവാതെ പെട്ടെന്ന് ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായി എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ. നമ്മളെ ലൈഫ് ഗാർഡുകൾ മൊത്തം മർമാർമായിട്ട്, കാര്യം ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ടും അവിടെ നിന്ന് അത്രയും തിരക്കിന്റെ ഇടയിൽ പോലും 3 ലൈഫ് ഗാർഡ് ചാടിയ അവരെ കൂടെ നിന്നെല്ലാം കയറ്റി രക്ഷപ്പെടുന്ന നടത്തിയത്.
ഇന്ന് പൊതുവെ ശനിയാഴ്ച, രണ്ടാം ശനിയാഴ്ച ഒക്കെ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്ന ദിവസമായിരിക്കും അല്ലേ? ഇന്ന് നാളെ നല്ല തിരക്കെന്ന് വെച്ചാൽ ഇത് ബീച്ച് നിറഞ്ഞു കിടക്കുകയാണ്. ഈ അപകടം നടന്നത് പോലും ചിലർക്ക് അറിയില്ല എന്താണെന്ന് പോലും. ശരി ശങ്കർ, ഏതായാലും സംയോജിതമായ നിങ്ങളുടെ ഇടപെടലിന് നന്ദി. ഏതായാലും ലൈഫ് ഗാർഡുകളുടെ കൂടി ഇടപെടലിലാണ് ആ 15 പേരെയും രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. അവർക്കെല്ലാം ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവരുടെ പ്രാദേശികമായ അറിവും അല്ലെങ്കിൽ കാലാകാലങ്ങളിലായി അവർ സമ്പാദിച്ച ഒരു അറിവ് കൂടിയാണ്. ആ അറിവിനെയും മുന്നറിയിപ്പിനെയും അവഗണിച്ചു എന്നതാണ് ഇപ്പോൾ ലൈഫ് ഗാർഡായ ശങ്കർ പറഞ്ഞത്. അടുത്ത ദിവസം കറുത്ത വാവായതുകൊണ്ട് തന്നെ വലിയ തിരമാല അതിനോടടുത്ത് ദിവസങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആളുകളെ കയറ്റരുത് എന്ന മുന്നറിയിപ്പ് ലൈഫ് ഗാർഡുകൾ നൽകിയിരുന്നു. അത് അവഗണിച്ച് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നടത്തിപ്പുകാർ ആളുകളെ കയറ്റിയതാണ് ഈ അപകടത്തിന് കാരണമെന്നതാണ് ശങ്കർ എന്ന അവിടുത്തെ ലൈഫ് ഗാർഡ് ആരോപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.